ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം MSCയുടെ ഐറീന എന്ന് പറയുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തെത്തിയ ദിവസം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം കൊളംബോ പോലെ, സിംഗപ്പൂർ പോലെ അന്താരാഷ്ട്ര നിലവാരമുള്ള തുറമുഖങ്ങൾക്ക് കിടപിടിക്കാവുന്ന തരത്തിൽ വലിയ മദർഷിപ്പുകൾ എത്തുന്ന തുറമുഖമായി മാറുന്നു. ഒരു തുറമുഖം വരുന്നതുകൊണ്ട് ആ തുറമുഖത്തിന് മാത്രമല്ല, നമുക്കറിയാം അതിന് എങ്ങനെയൊക്കെ വികസന സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ MSC നമുക്കറിയാം വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിഴിഞ്ഞത്തേക്ക് എത്തിയിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ്. അവർ തന്നെ സാൽവേജ് ഓപ്പറേഷൻസ് നടപ്പാക്കുമ്പോൾ, അവർ തന്നെ നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇൻഷുറൻസ് തുക സംബന്ധിച്ച് ഉറപ്പ് നൽകുമ്പോൾ, ഇപ്പോൾ ഇന്നിപ്പോൾ KC വേണുഗോപാലൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസെടുക്കണം, തുറുങ്കിലടയ്ക്കണം, തൂക്കിക്കൊല്ലണം എന്നൊക്കെയാണ്. അങ്ങനെയാണോ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? എന്തായാലും ഈ കപ്പൽ രംഗത്തുള്ള ആളുകൾക്ക് അക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. ഇപ്പോൾ കേവല രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇതൊക്കെ പൊതു താല്പര്യമനുസരിച്ച്, രാജ്യത്തിന്റെ മുഴുവൻ താല്പര്യമനുസരിച്ചല്ലേ തീരുമാനിക്കേണ്ടത്? അഭിലാഷ്, എന്നെ സംബന്ധിച്ചൊരു വേദനാജനകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടുത്തെ CPMന്റെ 2 സ്നേഹിതർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ, മുമ്പ് ഈ ഭാസ്കര പട്ടേലരുടെ ക്രൂരമായ മാനഭംഗത്തിന് വിധേയയായ ആ കഥാപാത്രം, സ്ത്രീ കഥാപാത്രവും, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഭാസ്കര പട്ടേലരുടെ സെൻറ്റിൻ്റെ മണത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു സുഗന്ധത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ചില ആളുകൾ ഇര ഉൾപ്പെടെയൊക്കെ കോൾമേർ കൊണ്ട് അല്ലെങ്കിൽ അതൊന്ന് പ്രകീർത്തിച്ച ഒരു അനുഭവം ഞാൻ ഇങ്ങനെ ഓർത്തു വേണം. അതുപോലെയാണ് ഈ CPMന്റെ സ്നേഹിതരെ വന്നിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. കാരണം അവരുടെ സർക്കാരാണ് തീരദേശ ജനതയെ കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സംസ്ഥാന സർക്കാർ നിയമപരമായിട്ട് ആ കൊച്ചി അവിടുത്തെ തീരദേശ പോലീസ് ഒരു കേസെടുത്തോ ഈ പറഞ്ഞ വിഷയത്തിൽ? 200 നോട്ടിക്കൽ മൈൽ അകത്ത് നിൽക്കുന്ന ഏത് വിഷയത്തിലും കേസെടുക്കാം, അതെടുത്തോ? ഇതിൻ്റെ വോയിസ് ഓവർ റെക്കോർഡുകൾ ഈ കപ്പലിൽ നിന്ന് ശേഖരിച്ചോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള കാർഗോ മാനിഫെസ്റ്റോ ഇവർ ഭാസ്കര പട്ടേലരുടെ സെന്റിനെ കുറിച്ച് കോൾമേർ കൊള്ളും പോലെ ഇവർ കേസ് വേണ്ട, സെറ്റിൽമെന്റ് ആണ്, അയ്യോ കേസ് കൊടുത്ത് അവരൊക്കെ വലിയവരാണ്, അവർക്ക് പ്രകോപനമായി കളയും എന്നാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിധേയന്മാരും ദാസന്മാരുമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം കേരള ഭരണം ഒന്ന് മാതൃക കാണിക്കുക, തീരദേശവാസികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് നട്ടല് നിവർത്തി നിന്നിട്ടൊന്ന് മാതൃക കാണിക്കുക. ഇവിടെ മണൽ ഖനനത്തിന് കേന്ദ്ര സർക്കാർ വരുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയും അവരുടെ സ്നേഹാലിംഗനങ്ങൾക്ക് മുകളിലാണ് വരുന്നത്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വരണമായിരുന്നല്ലോ, അവിടുന്ന് സ്റ്റാലിൻ ഓടിച്ചു വിട്ടല്ലോ. ഈ സംസ്ഥാന സർക്കാർ ഈ കോർപ്പറേറ്റുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് തീരദേശത്തെ ഇവര് ഒറ്റുകൊടുക്കുകയാണ്, ഇവർ കൂട്ടിക്കൊടുക്കുകയാണ് എന്നതിന്റെ പച്ച മലയാളം.